ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കുന്നുവെന്ന് ഹൈക്കോടതിയുടെ വലിയ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിസ്ഥാനത്തുള്ള ആളുകളെ സംരക്ഷിക്കാൻ എന്തിനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നത്? KP ശങ്കർദാസ് എന്ന മുൻ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള പ്രതിഷേധവും ഹൈക്കോടതി രേഖപ്പെടുത്തി. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയപ്പോരെ. കേസിൽ പ്രതിയായ അന്ന് മുതൽ ശങ്കർദാസ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പക്ഷാഘാതമാണ് പക്ഷാഘാതം പിടിപെട്ടത് കൊണ്ടാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ടുകൾ. ഇത് സാധൂകരിക്കാൻ വേണ്ടി ആശുപത്രിയിലുള്ള ചില ചിത്രങ്ങളും ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ അന്വേഷണ സംഘം ഹാജരാക്കി. എന്നാൽ ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നാണ് ഹൈക്കോടതി വിമർശിച്ചത്. എങ്ങനെയാണ് കേരളത്തിൽ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇത്രയും ഗുരുതരമായ ഒരു കേസിലെ പ്രതിസ്ഥാനത്തുള്ള ആളിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാനോ അയാളുടെ അടുത്തേക്ക് എത്താനോ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല? ഇതിലെവിടെയാണ് ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുക? എങ്ങനെയാണ് ഒരു അന്വേഷണത്തെ നേരായ രീതിയിൽ അന്വേഷണ സംഘത്തിന് കൊണ്ടുപോകാൻ കഴിയുക? നിലവിൽ കേസിൽ 11ഓളം പേരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ നിർണായക പ്രതിസ്ഥാനത്തുള്ള ആളാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായ KP ശങ്കർദാസ്. ദേവസ്വം ബോർഡ് അംഗം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൻ കേരളത്തിലെ ഒരു ഉന്നത IG റാങ്കിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ ഇടതുപക്ഷവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് KP ശങ്കർദാസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ കേരളത്തിൽ ഇപ്പോൾ സർവീസിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥന്റെ പിതാവാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ ഒരു ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് KP ശങ്കർദാസിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം വിമുഖത കാണിക്കുന്നതെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. അന്വേഷണ സംഘം എങ്ങനെയാണ് സത്യസന്ധമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇക്കാര്യത്തിൽ നടപ്പാക്കുക എന്ന ചോദ്യം കോടതി ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ മറ്റുള്ള ബാഹ്യമായ ഇടപെടലുകൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു അന്വേഷണ സംഘത്തിന് എങ്ങനെ സ്വർണ്ണക്കൊള്ള കേസ് നീതിപൂർവമായി അന്വേഷിക്കാൻ കഴിയും? കോടതിയുടെ ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. അതിന് മറുപടി പറയാൻ കേരള പോലീസിന് കഴിയുന്നില്ല. ഇവിടെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വമടക്കം ആവശ്യപ്പെടുന്ന CBI അന്വേഷണത്തിന്റെ പ്രസക്തി വരുന്നത്. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് അന്വേഷണം മാറ്റുകയും ഒരു കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ പൊരുളെന്താണ്? കാരണം ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ സ്വർണ്ണക്കൊള്ള കേസിലെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരികയുള്ളൂ. സംസ്ഥാനത്തെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ, പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതും വരുമെന്നാണ് അന്വേഷണ സംഘത്തിന് മേലുള്ള പ്രധാനപ്പെട്ട ആരോപണം. അത് കുറെയൊക്കെ ചിന്തിക്കുമ്പോൾ യാഥാർത്ഥ്യവുമാണ്. എന്തുകൊണ്ടാണ് KP ശങ്കർദാസ് എന്ന മുൻ ദേവസ്വം ബോർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം നിലവിൽ ഉയരുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ഈ കേസിൽ നേരിട്ട് പ്രതിയല്ലാതിരുന്നിട്ടും മുൻ തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് ഉണ്ടായത്. അത് തിടുക്കപ്പെട്ടാണെന്നും കണ്ഠര് രാജീവരുടെ അറസ്റ്റ് ഈ കേസിലെ യഥാർത്ഥ പ്രതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെന്നുമുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതായത് ഈ കേസിൽ മറ്റു നിരവധി പ്രതികളുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വത്തിന്റെ മറ്റു ഉദ്യോഗസ്ഥർ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധമുള്ളവരാണ്. ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2014 മുതൽ തന്നെ കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ 2019 മുതൽ മാത്രമേ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുള്ളൂ എന്നാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ 2014 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ സംസ്ഥാന പോലീസിനോ അന്വേഷണ സംഘത്തിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എങ്ങനെയാണ് കേരളത്തിൽ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇത്രയും ഗുരുതരമായ ഒരു കേസിലെ പ്രതിസ്ഥാനത്തുള്ള ആളിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാനോ അയാളുടെ അടുത്തേക്ക് എത്താനോ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല? ഇതിലെവിടെയാണ് ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുക? എങ്ങനെയാണ് ഒരു അന്വേഷണത്തെ നേരായ രീതിയിൽ അന്വേഷണ സംഘത്തിന് കൊണ്ടുപോകാൻ കഴിയുക? നിലവിൽ കേസിൽ 11ഓളം പേരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ നിർണായക പ്രതിസ്ഥാനത്തുള്ള ആളാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായ KP ശങ്കർദാസ്. ദേവസ്വം ബോർഡ് അംഗം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൻ കേരളത്തിലെ ഒരു ഉന്നത IG റാങ്കിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ
ബന്ധമുള്ള ഇടതുപക്ഷവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് KP ശങ്കർദാസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ കേരളത്തിൽ ഇപ്പോൾ സർവീസിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥന്റെ പിതാവാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ ഒരു ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് KP ശങ്കർദാസിനെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം വിമുഖത കാണിക്കുന്നതെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത്. അന്വേഷണ സംഘം എങ്ങനെയാണ് സത്യസന്ധമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇക്കാര്യത്തിൽ നടപ്പാക്കുക എന്ന ചോദ്യം കോടതി ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ മറ്റുള്ള ബാഹ്യമായ ഇടപെടലുകൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു അന്വേഷണ സംഘത്തിന് എങ്ങനെ സ്വർണ്ണക്കൊള്ള കേസ് നീതിപൂർവമായി അന്വേഷിക്കാൻ കഴിയും? കോടതിയുടെ ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. അതിന് മറുപടി പറയാൻ കേരള പോലീസിന് കഴിയുന്നില്ല. ഇവിടെയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വമടക്കം ആവശ്യപ്പെടുന്ന CBI അന്വേഷണത്തിന്റെ പ്രസക്തി വരുന്നത്. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് അന്വേഷണം മാറ്റുകയും ഒരു കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം കൈമാറുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ പൊരുളെന്താണ്? കാരണം ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ സ്വർണ്ണക്കൊള്ള കേസിലെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരികയുള്ളൂ. സംസ്ഥാനത്തെ ഒരു ഏജൻസി അന്വേഷിച്ചാൽ, പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതും വരുമെന്നാണ് അന്വേഷണ സംഘത്തിന് മേലുള്ള പ്രധാനപ്പെട്ട ആരോപണം. അത് കുറെയൊക്കെ ചിന്തിക്കുമ്പോൾ യാഥാർത്ഥ്യവുമാണ്. എന്തുകൊണ്ടാണ് KP ശങ്കർദാസ് എന്ന മുൻ ദേവസ്വം ബോർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം നിലവിൽ ഉയരുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ഈ കേസിൽ നേരിട്ട് പ്രതിയല്ലാതിരുന്നിട്ടും മുൻ തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റ് ഉണ്ടായത്. അത് തിടുക്കപ്പെട്ടാണെന്നും കണ്ഠര് രാജീവരുടെ അറസ്റ്റ് ഈ കേസിലെ യഥാർത്ഥ പ്രതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെന്നുമുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അതായത് ഈ കേസിൽ മറ്റു നിരവധി പ്രതികളുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വത്തിന്റെ മറ്റു ഉദ്യോഗസ്ഥർ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കമുള്ളവർ ഈ കേസുമായി ബന്ധമുള്ളവരാണ്. ഇവിടെയാണ് ഈ അന്വേഷണത്തിലെ ചില പൊള്ളത്തരങ്ങളും ചില കള്ളത്തരങ്ങളും മറനീക്കി പുറത്തു വരുന്നത്. ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി, ആരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ചില കളികൾ ഈ അന്വേഷണത്തിൽ നടക്കുന്നു, ചില പൊള്ളത്തരങ്ങൾ ഈ അന്വേഷണത്തിൽ നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ശബരിമല തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റിലേക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ICUലെത്തി അന്വേഷണ സംഘം കണ്ഠര് രാജീവരുടെ മൊഴിയെടുത്തു. മരണക്കിടക്കയിൽ വെച്ച് കണ്ഠര് രാജീവരുടെ മൊഴിയെടുത്തു എന്ന് തന്നെ വ്യക്തമായി പറയാം. കഴിഞ്ഞ ദിവസമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ഠര് രാജീവർക്ക് വ്യക്തമാകുന്നത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു, ICUയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോഴും പഴയ രീതിയിൽ ആയിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്നിട്ടും സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ, സർക്കാരിലെ ഉന്നതന്മാരുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് കടകംപള്ളിയുടെ അറസ്റ്റ് വൈകുന്നു? ഇതിന് ഒരു മറുപടി നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. ഇവിടെയാണ് ഹൈക്കോടതി പോലും അന്വേഷണ ടീമിനെ അതിനിശിതമായി വിമർശിച്ചിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ യഥാർത്ഥ സ്വർണ്ണക്കൊള്ളയുടെ ചിത്രങ്ങൾ പുറത്തു വരില്ല. സ്വർണ്ണക്കൊള്ളയിലെ നിരവധി പേരെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്. സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരണമെങ്കിൽ, അവരിലേക്ക് അന്വേഷണം എത്തണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വന്നാൽ മാത്രമേ ശരിയാകൂ എന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ജനങ്ങളും അതുപോലെ തന്നെ ഹൈക്കോടതിയും വിശ്വസിക്കുന്നത്. ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശം അത്തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ. ഹൈക്കോടതി ഇന്ന് അതിനിശ്ചിതമായി തന്നെയാണ് അന്വേഷണ സംഘത്തെ വിമർശിച്ചിട്ടുള്ളത്. ഇനി ഒരിക്കലും ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരു നീതിപൂർവമായ അന്വേഷണം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതാനാകില്ല. ഇതാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയത്. കാരണം ആരെയൊക്കെ സംരക്ഷിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തണമെന്നല്ല. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നിൽ 2 മന്ത്രിമാരെ രക്ഷിക്കാനുള്ള നീക്കവും അതുപോലെ തന്നെ കൊല്ലത്തുള്ള ഒരു വ്യവസായ പ്രമുഖന്റെ സമ്മർദ്ദവുമാണ് എന്നുള്ള ചില ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. കൊല്ലത്തുള്ള ഒരു വ്യവസായ പ്രമുഖന്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളെ നേരത്തെ തന്നെ ശബരിമല സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയ സാഹചര്യത്തിൽ അയാളുടെ കൂടി സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി സർക്കാരിലുള്ള 2 മന്ത്രിമാരുടെ കൂടി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയിലേക്ക് അറസ്റ്റ് എത്തിയത്. തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ ലക്ഷ്യവും അതിന്റെ ശ്രദ്ധയും ഒക്കെ തന്നെ തന്ത്രിയിലേക്ക് മാറുമെന്നും ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് പ്രധാന പ്രതിയായിട്ടുള്ള ദേവസ്വം മന്ത്രിക്ക് രക്ഷപ്പെടാം എന്നുള്ളതുമാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ആ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് CBI അന്വേഷണം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.